അമ്മേ, അമ്മ മണ്ടത്തരൊന്നും കാണിക്കരുത്. എന്താണെങ്കിലും നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം. ഇതിലിനി സംസാരിക്കാനേ ഒന്നുമില്ല. ഇവൻ നാളെ അമ്പലത്തിലേക്ക് വരാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ എല്ലാം അവസാനിപ്പിക്കും. നീ ഇവനെ വെറുതെ സപ്പോർട്ട് ചെയ്യണ്ട. നാളെ ഇവന്റെ സന്തോഷത്തിന് നീ തടസ്സമാണെങ്കിൽ നിന്നെ ഇവൻ നടു റോഡിൽ ഇട്ടിട്ട് പോവും. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേട്ടൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് നന്നായി അറിയില്ലേ? അന്ന് അവന് എല്ലാത്തിനേക്കാളും വലുത് ഈ കുടുംബമായിരുന്നു. ഇപ്പൊ അവന് പുതിയ ഒരാളെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഇവൻ ചെയ്യുന്നതല്ല അവള് പറയുന്ന പോലെ ആയിരിക്കും. അമ്മ എന്നെ ഭീഷണിപ്പെടുത്തി നാളത്തെ ചടങ്ങിന് വരുത്തിയാൽ തന്നെ ഈ കല്യാണം നടക്കുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? നിന്റെ പിടിവാശിയൊന്നും എന്റെ അടുത്ത് കാണിക്കണ്ട. ഞാൻ നിന്റെ അമ്മയാണ്. നിന്നേക്കാൾ വാശി എനിക്കാ ഉള്ളത്. എന്റെ ഭർത്താവ് എന്റെ ചേട്ടന് കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാ. നിന്നെ പോലെ നന്ദിയില്ലാത്ത ഒരു മകൻ എന്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നതിലും ഭേദം ഞാൻ സ്വയം തീ കൊളുത്തി ഇല്ലാതാകുന്നതാ. വരരുത്. അമ്മ വീട് തരാനല്ലേ പറഞ്ഞത്? അമ്മ വീണാ പറഞ്ഞേ. മതി, നമുക്ക് നാളെ സംസാരിക്കാം. ഇത്തവണ നീ എന്നെ രക്ഷിച്ചു. പക്ഷെ എപ്പോഴും നീ എന്റെ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. നാളെ നീ അമ്പലത്തിലേക്ക് വന്നില്ലെങ്കിൽ ഉറപ്പായി ഞാൻ മരിക്കും. ഞാൻ വെറുതെ എങ്ങും മരിക്കില്ല. എന്റെ മരണത്തിന് ഉത്തരവാദി നീയും ആ വൃത്തികെട്ട പെണ്ണുവാണെന്നും എഴുതി വെച്ചിട്ട് ഞാൻ മരിക്കൂ. അമ്മേ, അമ്മേ, അമ്മേ. പ്രിയഞ്ചേട്ടാ, പ്രിയഞ്ചേട്ടാ, ഞാൻ എല്ലാം കേട്ടു. അമ്മ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അമ്മയുടെ ജീവനേക്കാളും വലുതല്ല നമ്മുടെ പ്രണയം. അതുകൊണ്ട് പ്രിയഞ്ചേട്ടൻ നാളെ അമ്പലത്തിലേക്ക് പോണം. അമ്മ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം ചെയ്യണം. ബാക്കിയെല്ലാം വരുന്ന പോലെ കാണാം. വരുന്നത് പോലെ കാണാന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത്? തുളസിയുമായിട്ടുള്ള കല്യാണം കഴിയുന്നതുവരെ നീ ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കോ? പ്രിയഞ്ചേട്ടന്റെ അവസ്ഥ മനസ്സിലാക്കാതെ സംസാരിക്കുന്നേ. അമ്മ ചെയ്യാൻ പോയത് എന്താണെന്ന് കണ്ടില്ലേ? തൽക്കാലം അമ്മയുടെ വാശിക്ക് വിട്ടുകൊടുക്കേ നിവൃത്തിയുള്ളൂ. എന്നിട്ട് പ്രിയഞ്ചേട്ടൻ എന്നെ വിട്ട് ബംഗ്ലാദേശിലേക്ക് പോകാൻ ഒരുങ്ങിയതല്ലേ? നമ്മളായിട്ട് എന്തേലും ചെയ്തിട്ടാണോ നമ്മൾ ഒരുമിച്ചത്? കൃത്യസമയത്ത് നടക്കേണ്ടതെല്ലാം നടന്നതുകൊണ്ടാ പ്രിയഞ്ചേട്ടനാണ് ഗന്ധർവെന്ന് ഞാൻ അറിഞ്ഞത്. അത് ദൈവനിശ്ചയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രശ്നവും പരിഹരിക്കാൻ ദൈവം ഒരു വഴി ഒരുക്കുന്നത് എനിക്ക് ഉറപ്പാ. ആ വഴി തെളിഞ്ഞു വരുന്നവരെ അമ്മ അബദ്ധമൊന്നും കാണിക്കാതെ നോക്കണം. അതുകൊണ്ട് പ്രിയഞ്ചേട്ടൻ നാളെ അമ്പലത്തിലേക്ക് പോണം.